ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു മികച്ച ഗോൾ കീപ്പറെ സൈൻ ചെയ്യും എന്ന നിശ്ചയദാർഢ്യത്തിലാണ് FC ബാഴ്സലോണയുള്ളത്. എസ്പനോളിൻ്റെ സ്പാനിഷ് ഗോൾ കീപ്പറായ ജോയൻ ഗാർഷ്യയ്ക്ക് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഒരുപാട് ദിവസമായി ഈയൊരു ട്രാൻസ്ഫറിന് പിറകിലാണ് ബാഴ്സയുള്ളത്. അതിപ്പോൾ ഫലം കണ്ടു തുടങ്ങുകയാണ്. സ്പാനിഷ് മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുണ്ടോ ഡിപ്പോർട്ടീവ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഏറ്റവും പുതിയതായിക്കൊണ്ട് നൽകിയ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ജോയൻ ഗാർഷ്യ ബാഴ്സയിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ടരികിലാണ്. അദ്ദേഹം ക്ലബിനോട് യെസ് പറഞ്ഞു കഴിഞ്ഞു എന്ന് പോലും ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 5 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റിലായിരിക്കും അദ്ദേഹം ഒപ്പുവെക്കുക. ലാപ്പോർട്ട, ഡെക്കോ, ഫ്ലിക്ക് എന്നിവരെല്ലാവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ജോയൻ ഗാർഷ്യയെ FC ബാഴ്സലോണ കൺവിൻസ് ചെയ്തിട്ടുള്ളത്. ന്യൂകാസൽ യുണൈറ്റഡിലേക്ക് പോവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. ബാഴ്സക്ക് അദ്ദേഹം വലിയ പരിഗണന നൽകിയിരുന്നില്ല. പക്ഷേ ബാഴ്സയിൽ നിന്നും വലിയ ഉറപ്പുകൾ ഈ ഗോൾ കീപ്പർക്ക് ലഭിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹം ബാഴ്സയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. അടുത്ത സീസണിലേക്ക് വ്യക്തമായ ഒരു പ്ലാന് ഇപ്പോൾ FC ബാഴ്സലോണക്കുണ്ട്. അതായത് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിക്കൊണ്ടാണ് ജോയൻ ഗാർഷ്യയെ അവർ കൊണ്ടുവരുന്നത്. സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ അത് ഷെസ്നി ആയിരിക്കും. ടെർ സ്റ്റീഗനെ ഒഴിവാക്കാനും ക്ലബ്ബ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ ഉൾപ്പെടെയുള്ള സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും ജോയൻ ഗാർഷ്യ FC ബാഴ്സലോണയിലേക്ക് തന്നെയാണ് എന്ന് ഇപ്പോൾ ഉറപ്പാവുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.